പാട്നയിലുള്ള സെന്റ് സേവിയേഴ്സ് യൂണിവേഴ്സിറ്റി കാണുവാൻ വേണ്ടിയിട്ടാണ് ഈ ദിവസം രാവിലെ ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വലിയൊരു ക്യാമ്പസ് തന്നെ ഈ ഒരു പാട്ന സിറ്റിക്കുള്ളിൽ സെന്റ് സേവിയേഴ്സ് യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു യൂണിവേഴ്സിറ്റി കയറി കാണുവാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കാണണം എന്നുള്ള എൻ്റെ ആശയത്തോട് അനുയോജിച്ചാണ് ജോസാറ് ഈ ഒരു സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. എങ്ങോട്ട് നോക്കിയാലും വലിയ കെട്ടിട സമുച്ചയങ്ങൾ. ജെസ്യൂട്ട് സഹോദര വൈദികരുടെയാണ് ഈ ഒരു സ്ഥാപനം എന്ന് പറയുന്നത്. അവിടെ പ്രീസ്റ്റ് ഹോം ഉണ്ട്. യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഉള്ള വൈദികരുടെ താമസ സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ കയറി കാണുന്നത് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ചാപ്പലാണ്. യൂണിവേഴ്സിറ്റിക്കുള്ളിൽ തന്നെയാണ്. യഥേഷ്ടം ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്കും ഇവിടെയുള്ള പ്രൊഫസേഴ്സിനുമൊക്കെ ഈ ഒരു ചാപ്പലിലാണ് വിശുദ്ധ അർപ്പിച്ച് അവർ പ്രാർത്ഥിക്കുന്നത്. അതിനുശേഷം ഒരു നടുമുറ്റം പോലെയാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ ഉൾഭാഗം കാണപ്പെടുന്നത്. അതിന് നടുഭാഗത്ത് ധാരാളം പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഗാർഡൻ ആണ് കാണുവാൻ സാധിക്കുന്നത്. വീണ്ടും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കലാമിന്റെ ഒരു വലിയൊരു ഹാള് കാണുവാൻ ഇടവന്നിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി ആയതുകൊണ്ടും ഏക്കർ കണക്കിന് സ്ഥലമുള്ളത് കൊണ്ടും കൃഷിയുടെ കാര്യത്തിലും ഇവർ പുറകോട്ട് പോയിട്ടില്ല. കാവേജ് കൃഷിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും മുന്നോട്ട് നീങ്ങി കഴിഞ്ഞപ്പോൾ മറ്റൊരു ഭാഗത്ത് കടുക് കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നത്. ഏതായാലും വിശാലമായ സ്ഥലങ്ങളിൽ കൃഷിയും ഇവർ യൂണിവേഴ്സിറ്റിയോടൊപ്പം നടത്തുന്നുണ്ട്. മറ്റൊരു പ്രത്യേകതയാണ് ഈ യൂണിവേഴ്സിറ്റിയോട് അനുബന്ധിച്ച് ഒരു ഓർഗാനിക് ഫാം നിലകൊള്ളുന്നുണ്ട് എന്നുള്ള കാര്യം. യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ ഔട്ടർ സൈഡിലാണ് ഈ ഒരു ഓർഗാനിക് ഫാം നിലകൊള്ളുന്നത്. അവിടെ പുതുതായിട്ട് നിർമ്മിക്കുന്ന ഇത്തരണത്തിലുള്ള ഒരു ഹൗസ്, ഗസ്റ്റ് റൂം ഉൾപ്പെടെയുള്ള ഒരു ഭാഗമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അതായത് അതിന്റെ താഴ്ഭാഗത്ത് മുഴുവൻ വെള്ളം നിറയ്ക്കുകയും അവിടെ താമസിക്കുവാൻ ഗസ്റ്റുകൾക്ക് സാധിക്കും എന്നുള്ള കാര്യം കൂടിയാണ് ഞാൻ മനസ്സിലാക്കിയത്. നിർമ്മിച്ചു വരുന്നതേയുള്ളൂ. ഇതാണ് ഈ ഒരു ഓർഗാനിക് ഫാമിന്റെ ആശ്രമം. അത് മനോഹരമായ ഒരു സ്ഥലം. ഇവിടെ ഒരു വൈദികൻ മാത്രമാണ് ഉള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ജീവിക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ മാനിച്ച് സഭ തന്നെയാണ് ഇപ്രകാരം ഒരു കെട്ടിടം നിർമ്മിച്ചു നൽകിയിരിക്കുന്നത്. കാടിനുള്ളിൽ മനോഹരമായ ഇത്തരണത്തിലുള്ള ഒരു റൂം, ഒരു ചെറിയ കെട്ടിട സമുച്ചയം. ഈ കെട്ടിടത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട് എന്നുള്ള കാര്യം ജോസാർ എന്നെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഇതിന്റെ ഭിത്തികൾക്കൊക്കെ വലിയ കനത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ ഇടഭാഗത്തായിട്ട് കച്ചിയാണ് നിറച്ചിരിക്കുന്നത്. ഏത് ചൂട് വന്നു കഴിഞ്ഞാൽ പോലും അതിനെ ലഘൂകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്രകാരം ചെയ്തിരിക്കുന്നത്. പാട്ന എന്ന് പറയുന്ന സ്ഥലത്ത് AC കൂടാതെ ചൂട് കാലത്ത് താമസിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ ഫാൻ മാത്രം ഉപയോഗിച്ച് താമസിക്കാൻ സാധിക്കും എന്നുള്ള കാര്യമാണ്. AC ഇല്ലാതെ ഫാൻ മാത്രം ഉപയോഗിച്ച് താമസിക്കാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് ജോസാർ എന്നോട് പങ്കുവച്ചത്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആ ഓർഗാനിക് ഫാമിൽ നിന്ന് വീണ്ടും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് വൈദികനെ കാണുവാൻ സാധിച്ചില്ല. എങ്കിലും റൂം ഓപ്പൺ ആയതുകൊണ്ട് വൈദികനായതുകൊണ്ടും ഞങ്ങൾ കയറി കാണുകയായിരുന്നു. വർഷങ്ങളോളം പഴക്കമുള്ള വലിയ മരങ്ങൾ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഒത്തിരിയേറെ ക്യാമ്പുകൾ നടക്കുന്നതാണ് എന്നുള്ള കാര്യം കൂടി യൂണിവേഴ്സിറ്റിയിലുള്ള ആ ഒരു വൈദികൻ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ആ ഒരു വൈദികനാൽ അനുനയിച്ചപ്പെട്ടാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഗസ്റ്റ് ഹൗസ് ആണ്. ഇവിടെയും ആളുകൾ വന്ന് ക്യാമ്പ് കൂടുവാനും മറ്റ് ആവശ്യങ്ങൾക്ക് ഗസ്റ്റ് റൂമായിട്ടും ഒക്കെയായിട്ട് ഈ കെട്ടിടങ്ങളെല്ലാം ഉപയോഗിച്ചു വരുന്നു. ഈ അടുത്ത കാലത്ത് ആളുകൾ വരാതെയായി കഴിഞ്ഞപ്പോൾ അത് കാടുപിടിച്ച് കിടക്കുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. ഇനി ഞങ്ങൾ ഇതിന്റെ ഒരു പ്രീസ്റ്റ് ഹോമിലേക്കാണ് പോകുന്നത്. ജെസ്യൂട്ടുകാരുടെയാണ് ഈ പ്രീസ്റ്റ് ഹോം. അവിടെ ഈ ഒരു കെട്ടിടത്തോട് അനുബന്ധിച്ച് തന്നെ പ്രോൺഷ്യൽ ഹൗസും കൂരിയായും ഒക്കെയുള്ള കെട്ടിട സമുച്ചയം കൂടി നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ പാലക്കാരായ ധാരാളം മലയാളി വൈദികര് ഈ ഒരു പാട്ന എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തെ ജെസ്യൂട്ട് കോൺഗ്രിഗേഷനിൽ ചേർന്ന് പഠിച്ച് വൈദികരായി റിട്ടയറായി ഇവിടെ സേവനമനുഷ്ഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ മനസ്സിലാക്കുകയാണ്. ഇവിടെ പ്രീസ്റ്റ് ഹോമിലാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ കെട്ടിട സമുച്ചയം ഇവരുടെ പ്രോൺഷ്യൽ കൂരിയ കൂടുന്ന സ്ഥലമാണ്. നല്ല മനോഹരമായ ഗാർഡനും ഇതിനോട് അനുബന്ധിച്ച് എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രീസ്റ്റ് ഹോമിലേക്കാണ് ഞാൻ നടന്നെടുക്കുന്നത്. ആ നീല നിറത്തിൽ കാണുന്ന കെട്ടിടമാണ് ഇവിടുത്തെ പ്രീസ്റ്റ് ഹോം എന്ന് പറയുന്നത്. വലിയ സംരക്ഷണം നൽകിയാണ് ഇവിടെയുള്ള റിട്ടയർ ആയിട്ടുള്ള വൈദികരെ സംരക്ഷിച്ചു പോരുന്നത്. അവർക്ക് ഏത് ആവശ്യങ്ങളിലും ഏതു സമയത്തും കൃത്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ നൽകി വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു ജെസ്യൂട്ട് പ്രീസ്റ്റ് ഹോമിൽ ധാരാളം മലയാളി വൈദികരുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്.
പല പ്രഗത്ഭരായ വൈദികരാണ് ഇന്ന് റിട്ടയർ ആയിട്ട് ഈ ഒരു പ്രീസ്റ്റ് ഹോമിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നല്ല കാലഘട്ടങ്ങളിലെല്ലാം നല്ല വിശിഷ്ടമായ സേവനം ഈ ഒരു പാറ്റ്ന സിറ്റിയോട് അനുബന്ധിച്ചൊക്കെ നടത്തിയതാണ്. അത് സ്കൂളായിട്ടും കോളേജായിട്ടും ഒക്കെ വിശിഷ്ടമായ സേവനങ്ങൾ, ശുശ്രൂഷകൾ ഒക്കെ ഇവരിവിടെ നടത്തിയത് കൊണ്ട് ഇന്ന് പാറ്റ്ന ഒത്തിരിയേറെ വളർന്നിരിക്കുകയാണ്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ക്രൈസ്തവ സമൂഹം ഇവിടെ എത്തിച്ചേരുകയും ഒത്തിരിയേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് പാറ്റ്ന ഇന്ന് ഇത്രമാത്രം വികസനം കൈവരിച്ചിരിക്കുന്നത്. ഒരു മലയാളി വൈദികനുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ കെട്ടിട സമുച്ചയങ്ങൾ, യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ആ ഒരു കെട്ടിട സമുച്ചയം ഒരു നോക്കുകൂടി കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഓർമ്മയിൽ സൂക്ഷിക്കാൻ ധാരാളം ഫോട്ടോയും കൂടി എടുക്കുവാൻ ഞാൻ മറന്നുപോയില്ല. എന്നെ സംബന്ധിച്ചോളം സംതൃപ്തിയായിരുന്ന ഒരു സന്ദർശനമായിരുന്നു ഈ സെന്റ് സേവിയേഴ്സ് യൂണിവേഴ്സിറ്റി സന്ദർശനം എന്നത്.